ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ മനുഷ്യന്മാർ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ആ ഒരു വെരി മൊമെന്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിന്റെ സ്റ്റൈലിലും അതിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, ഒരുപാട് പ്രോഗ്രസ് സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ആദ്യകാലത്തൊക്കെ മനുഷ്യന്മാര് നേരെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ത്രൂ നോൺ വെർബൽ ക്യൂസ്, ത്രൂ സിംബൽസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഫയർ ഒക്കെ ഒരു ഫയർ കത്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ ഓഫ് ഡേഞ്ചർ എന്നൊക്കെ നമുക്ക് ആൾറെഡി നമ്മൾക്ക് അറിയുന്ന കുറച്ച് ഫാക്ടുകളാണ്. പിന്നെ ഇങ്ങനെ കാലം പുരോഗതി പ്രാപിച്ച് വരുന്നതിന്റെ മുറക്ക് ഒരുപാട് അഡ്വാൻസ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ രീതിയിൽ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ അതാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു പ്രസക്തി. ദെൻ ഇതിലെ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പേപ്പർ ഇൻ പേപ്പർ വൺ, അല്ലെങ്കിൽ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഇൻ പേപ്പർ വൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വി കൻ ഈസിലി സ്കോർ ഓൾ ദ മാർക്സ് ഫ്രം കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അങ്ങനെ നെവറാക്കി വിടേണ്ട പേപ്പർ എന്ന നിലക്കല്ല, ബട്ട് ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു നല്ലൊരു ഗസ് വർക്കിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്ന് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ഒന്നും അത്ര പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ഡേ ടു ഡേ ലൈഫ്. എന്താണ് വെരി സിംപ്ലി കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്? വി ആർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻസ്, ഐഡിയാസ്, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ടു ക്രിയേറ്റ് ഷെയർഡ് മീനിങ്. നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഐഡിയാസ്, ഫീലിംഗ്സ്, തോട്ട്സ്, ഇൻഫർമേഷൻ, ഇതിനൊക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സിംപ്ലി കമ്മ്യൂണിക്കേഷൻ. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്നൊരു വാക്കിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് രൂപപ്പെടുന്നത്. അതിന്റെ ഒരു മീനിങ് തന്നെ ടു ഷെയർ എന്ന മീനിങ് ആണ് അതിന് വരുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഒരു ചെറിയ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് കുറച്ച് PYQയിലൂടെ പോവാം. അതാവുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രൈ ടു ആൻസർ. ആൻസർ പറയുന്നുണ്ടോ? ആൻസർ കാണുന്നില്ലല്ലോ. ബി, ഓപ്ഷൻ ബി. ഓപ്ഷൻ 1, 2 പറഞ്ഞാൽ മതി. അതിൽ ഏതാണ് കറക്റ്റ് എന്നൊന്ന് പറഞ്ഞോളൂ. ഓപ്ഷൻ 1 പറഞ്ഞവരുണ്ട്. A is equal to 3. Public communication, when many people participate in communication with each other. ഓപ്ഷൻ 2 പറഞ്ഞവരുണ്ട്. ലെറ്റ് സി. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അതിൽ വരുന്നത് A is equal to 4. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, വൺ പേഴ്സൺ സ്പീക്കിംഗ് ടു എ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾക്ക് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ നമുക്കൊരു ധാരണയും ഇല്ല. ഒരു ധാരണയും ഇല്ലാണ്ട് നമ്മൾ പേപ്പർ 1 എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ സമയത്തേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആളുകൾക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അനദർ പേഴ്സൺ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ സെൽഫ്, അത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരാൾ നമ്മൾക്ക് ഇടയിലാണെങ്കിൽ നമ്മൾ സ്വന്തത്തോട് നടത്തുന്ന കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ടോക്ക് ഒക്കെ അതിൽ പെടും. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? മെനി പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഈച്ച് അതർ. അതൊരു ക്ലാസ് റൂമിലൊക്കെ ഇപ്പോൾ ഒരു ടീച്ചറും കുട്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഇന്നിതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഗ്രൂപ്പും പബ്ലിക്കും തമ്മിലാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ക്ലിയർ, സ്പീക്കിംഗ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരാൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് കണ്ടക്ട് ചെയ്യാണ്, ഒരു ഭാഷണം, ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇങ്ങനെ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ഗസ് വർക്ക് കൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പാർട്ടാണ്
കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഗസ് വർക്ക് മാത്രം മതിയാവില്ല. ചില ക്വസ്റ്റ്യൻസ് മറ്റു കുറച്ച് ടഫായിട്ടുള്ള രീതിയിലും വരാറുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. ഓക്കെ, ട്രൈ ടു ഗീവ് ദ ആൻസർ. ആൻസർ ഇങ്ങനെ അധിക ടൈം എടുക്കരുത്. വി ഹാവ് മോർ ഏരിയാസ് ടു കവർ. ചോദ്യം വളരെ ക്ലിയർ ആണ്. ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ അതില് സിമ്പിൾ യു ജസ്റ്റ് ട്രൈ ടു ആൻസർ. എല്ലാം നമുക്ക് അറിയണമെന്നില്ല. വി കൻ ഡ്രൂ എലിമിനേഷൻ മെത്തേഡ്. അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. വാട്ട്സ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. നിങ്ങൾ ABC D അല്ലല്ലോ, 1 2 3 4 അല്ലേ? ഓക്കെ, 4. ഓപ്ഷൻ 4 ആണ് ആൻസർ പറയുന്നത്, A and C. ദാറ്റ്സ് വെരി കൂൾ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സിമ്പിൾ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അതുപോലെ തന്നെ ഈസി കൺസ്ട്രക്ഷൻ ഓഫ് സെന്റൻസ്. ഇത് രണ്ടും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ബാരിയേഴ്സ്. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസ് വരുന്ന രീതിയിലാണ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഏതെടുക്കാം? പോളിസെമി നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അതൊരു ബാരിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യൂസ് ഓഫ് ക്ലീഷേ, പറഞ്ഞ് പഴകിയിട്ടുള്ള കുറെ പ്രയോഗങ്ങളും മറ്റൊക്കെ നമ്മൾ നമ്മുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ആൾസോ എ ബാരിയർ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇങ്ങനെ ഈ രീതിയിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഈവൻ ദോ വി ഡോണ്ട് ഹാവ് ക്ലാരിറ്റി റിഗാർഡിംഗ് ദ ടേംസ്, എന്നാൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. ഇനി എന്താണ് പോളിസെമി എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. പോളിസെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വാക്കിൽ നിന്നാണ് പോളിസെമി എന്ന് പറയുന്ന ഒരു ടേം രൂപപ്പെടുന്നത്. പോളി എന്ന് പറയുന്ന മെനി എന്നുള്ള മീനിങ്ങിൽ വരുന്ന ഒരു വാക്കാണ്. സെമി എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു മീനിങ്. പോളിസെമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെമാൻറ്റിക് ബാരിയർ. സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുമ്പോൾ മീനിങ് വൈസിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന കൈൻഡ് ഓഫ് ബാരിയേഴ്സിനാണ് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയാം. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. ഉദാഹരണം, ഞാനൊരു ചെറിയ സെന്റൻസ് പറയാണ്. ദ ബാറ്റ് ഈസ് ഇൻ ദ റൂം. ദ ബാറ്റ് ഈസ് ഇൻ ദ റൂം എന്തായിരിക്കും അതിന്റെ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക? ജസ്റ്റ് ട്രൈ ടു ഓൺ ദ ഓഡിയോ ആൻഡ് സേ ബാറ്റ് ഈസ് ഇൻ ദ റൂം. എന്താണ് ബാറ്റ് ഈസ് ഇൻ ദ റൂം എന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു മീനിങ് എന്താ? somebody please on the mic and say. ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയടാ. ഓക്കെ, പോളിസെമി എന്താന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. ദ ബാറ്റ് ഈസ് ഇൻ ദ റൂം എന്ന് പറയുമ്പോൾ വാട്ട്സ് ദ ഫസ്റ്റ് തിങ് വിച്ച് കം ടു യുവർ മൈൻഡ്? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കൂ പ്ലീസ് 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 പ്ലീസ്. ക്രിക്കറ്റ് ബാറ്റ്, ദാറ്റ്സ് കൂൾ. ഷാനിബ പറഞ്ഞത് ക്രിക്കറ്റ് ബാറ്റ് ആണ്. ആൻഡ് ദർ ഇസ് ആൾസോ അനദർ ചാൻസ്. നമ്മൾ വവ്വാലിനും ബാറ്റ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ബാറ്റ് ഈസ് ഇൻ ദ റൂം എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ്ങും അവിടെ പോസിബിൾ ആണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ ബാരിയർ. അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില പ്രശ്നങ്ങൾ വരുന്നതിന് അത് കാരണമാകും. പോളിസെമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. സെയിം വേർഡിന് ഡിഫറെന്റ് മീനിങ്, മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ കൺഫ്യൂഷൻ. അതൊരു ബാരിയർ ആയിട്ട് നമ്മളുടെ സെമാൻറ്റിക് ലെവലിൽ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പോളിസെമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ സീൽ ഈസ് സിങ്കിങ്. നമ്മള് സീലും നമ്മള് ഒപ്പുവെക്കുന്ന സീലാകാം. അറ്റ് ദ സെയിം ടൈം സീൽ, നീർനായക്കും നമ്മൾ സീലിനാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് തിങ്സ് കംസ് അണ്ടർ പോളിസെമി. അപ്പൊ അങ്ങനെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു കൈൻഡ് ഓഫ് ബാരിയർ ആണ്. ആൻഡ് ആൾസോ യൂസ് ഓഫ് ക്ലീഷേ. ക്ലീഷേ എന്ന് പറയുന്നത് നമ്മൾ പഴകി 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 വന്നിട്ടുള്ള കുറെ കുറെ പ്രയോഗങ്ങളും ഫ്രേസസ് ഒക്കെ നമ്മളെ ലാംഗ്വേജിൽ ഉണ്ടാകും. അത് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ആ ഒരു ഒറിജിനാലിറ്റിയെ, അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജിന്റെ ക്ലാരിറ്റി, എഫക്റ്റീവ്നെസിനെയൊക്കെ ബാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബാരിയർ ആണ്. ദാറ്റ്സ് ആൾസോ എ സെമാൻറ്റിക് ബാരിയർ. കുറച്ച് സ്ലോ ആയി പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The coming together of computing, telecommunication, and media in a digital environment is technically known as someone please do answer. Just try to do a guess. ഇതിൽ ഗസ് വർക്ക് ആവാൻ സാധ്യത കുറവാണ്. കാരണം ആൾമോസ്റ്റ് ഓൾ ദ ടേംസ്, ഇന്റഗ്രേഷൻ, അമാൽഗമേഷൻ, മെർജ്, കൺവേർജൻസ്, എല്ലാം ഓൾ ദീസ് വേർഡ്സ് ഹാവ് സെയിം മീനിങ്. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ഗസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ബട്ട് ഹവർ യു ക്യാൻ ട്രൈ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മേ ബി കമ്പ്യൂട്ടർ സയൻസ് എന്നോ മറ്റോ വരുന്ന ആളുകളായിരിക്കും. കൺവേർജൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ആൻസർ. മീഡിയ, ഇതിന് എന്താ സംഗതി ചോദിച്ചു കഴിഞ്ഞാല് കമ്മിങ് ടുഗദർ ഓഫ് കമ്പ്യൂട്ടിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ഇൻ ഡിജിറ്റൽ എൻവയൺമെന്റ് ഈസ് ടെക്നിക്കലി നോൺ ആസ് കൺവേർജൻസ്. മീഡിയ കൺവേർജൻസ് എന്നാണ് അതിന് പറയാം. എല്ലാം ഒരു കുടക്കീഴിൽ. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ നമുക്ക് അറിയാം. നമ്മളുടെ സെഷൻ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയത് അറിയാണ്ടാണെങ്കിൽ ട്രൈ ടു ഓഫ്. ഇനി അത് അറിയാണ്ട് സംഭവിക്കുകയാണെങ്കിൽ യു ക്യാൻ ഓഫ് ദ ക്യാം. ഓക്കെ. മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത് ഇതാണ് കോൺസെപ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ, ടി വി, ഇന്റർനെറ്റ്, റേഡിയോ, പ്രിന്റ്, ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിലേക്ക് മേർജ് ചെയ്ത് വരുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ മീഡിയ കൺവേർജൻസ് എന്ന് പറയാം. അപ്പൊ എല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് അവൈലബിൾ ആകും. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ അറ്റ് ദ സെയിം ടൈം വി ഹാവ് ആക്സസ് ടു മൾട്ടിപ്പിൾ തിങ്സ്. നമുക്ക് ഒരേ സമയം നമുക്ക് ഒരു ടി വി ഷോ കാണാം, നമുക്ക് വാർത്ത കേൾക്കാം, നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കാം. മെനി തിങ്സ് ആർ പോസിബിൾ. ഇതാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ദ കറക്റ്റ്. ബാക്കി എല്ലാ വേർഡ്സും അതിന്റെ സെമാൻറ്റിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ സെയിം മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. ബട്ട് ദിസ് ഈസ് ദ കറക്റ്റ് ടെക്നിക്കൽ വേർഡ് ഫോർ ദാറ്റ്, മീഡിയ കൺവേർജൻസ്. Okay, just try to read the question and try to answer it. Okay, ആൻസർ ആരെങ്കിലും ചെയ്തോ? ഇതിലും നമ്മൾക്ക് കുറച്ച് പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ആൻസർ സി എന്ന് പറയുന്നവരുണ്ട്. ഇനി അതർ ആൻസേഴ്സ് വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ആൻസർ സി വീണ്ടും വന്നിട്ടുണ്ട്. ആൻസർ സി ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ഐ തിങ്ക് ആൻസർ സി അല്ല. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു 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 ന്യൂസ് ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാസ് ഓഡിയൻസിനെ, ഒരു ഹെട്രോജനസ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു ന്യൂസ് പ്രൊഡക്ഷൻ കമ്പനി ഒരു ന്യൂസ് പുറപ്പെടുവിക്കുന്നു, അത് അവരിലേക്ക് എത്തുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ the study of mass communication process is characterized by macroscopic view of messages. അവിടെ നമ്മൾ മൈക്രോസ്കോപ്പിക് അല്ല. മൈക്രോസ്കോപ്പിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് മാക്രോസ്കോപ്പിക്. ഇപ്പോ നമുക്കറിയാം ഓൺഗോയിങ് ആയിരുന്ന നമ്മളുടെ ഇസ്രായേലി ജനോസൈഡ് അഗെയിൻസ്റ്റ് പാലസ്റ്റൈൻ, ആ ഒരു സെനാരിയോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വേൾഡ് മീഡിയാസ് ട്രൈ ടു പ്രൊപ്പഗേറ്റ് ദ അജണ്ട ഓഫ് ഇസ്രായേൽ. അത് ഒരു വലിയ ഫാക്ട് ആണ്. CNN പോലെയുള്ള ഗ്ലോബൽ ന്യൂസ് ചാനലുകളൊക്കെ ഇതിനെ വെള്ളപൂശാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സ്റ്റൈലിൽ വരുന്ന സാധനമാണ്. അവിടെ ഒരു മാക്രോസ്കോപ്പിക് വ്യൂവിലാണ് ആ ഒരു മെസ്സേജിനൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ, ആളുകളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് മാസ് കമ്മ്യൂണിക്കേഷന്റെ സ്റ്റഡികളൊക്കെ പോകുന്നത്. ഒരു മാക്രോസ്കോപ്പിക് വ്യൂവിലായിരിക്കും പോകുന്നുണ്ടാവുക. അതേസമയം സെമിയോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സീക്സ് എ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഡീകൺസ്ട്രക്ടിങ് മെസ്സേജസ്. മെസ്സേജസിനെ കുറച്ചുകൂടെ പൊളിച്ച് പൊളിച്ച് അതിന്റെ ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് സെമിയോളജിയിൽ വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എന്താണ് സെമിയോളജി എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ട്രൈ ടു ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അപ്പൊ നമ്മൾക്ക് അറിയാം, ഇപ്പൊ ഒരു ഇതിലിപ്പോ സെമിയോട്ടിക്സിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ആൻഡ് ദെയർ യൂസ് ഓർ ഇന്റർപ്രിട്ടേഷൻ. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ലോഗോകളിൽ അതിന്റെ കളർ, അതിന്റെ ഫോം, അതിൽ എഴുതിയിട്ടുള്ള കണ്ടന്റ്, ആ ഇമേജ്, ഇതിനൊക്കെ നമ്മൾ കീറി മുറിച്ച് അതിന്റെ സിംബൽസിനെ കുറിച്ചും അതിന്റെ സയൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെമിയോട്ടിക്സ് എന്ന് പറയാം. ഇപ്പൊ നമ്മളിപ്പോ ലോഗോ ഡിസൈനിങ്ങിലും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ സെമിയോട്ടിക്സ് ഇസ് വെരി അപ്ലിക്കബിൾ. അവിടെയൊക്കെ വരുന്ന ഒരു പരിപാടിയാണ് സെമിയോളജി അല്ലെങ്കിൽ സെമിയോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. ഒരു ബ്രാൻഡ് അവരുടെ ലോഗോയിൽ ഒരു റെഡ് കളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തിനാണ് നമ്മളുടെ പല ലോഗോസിലും ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല ലോഗോസിലും നമുക്ക് റെഡ് കളർ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് എന്ത് മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കളർ സൈക്കോളജിക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിന്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്, ഇതിനൊക്കെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഓഡിയൻസിൽ ചെലുത്താൻ പറ്റുക? അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഏരിയയാണ് സെമിയോട്ടിക്സ് അല്ലെങ്കിൽ സെമിയോളജി. അപ്പൊ അതിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഏറ്റവും അറ്റോമിക് ലെവലിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെമിയോളജിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഓൺ ദ അതർ ഹാൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കുറച്ചുകൂടെ മാക്രോസ്കോപ്പിക് വ്യൂ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. നമ്മൾ ആഡ്സിൽ നമുക്ക് ഉപയോഗിക്കുന്ന നമ്മളുടെ കളർ സിംബോളിസം, ഇതൊക്കെ സെമിയോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്യാൻ വി മൂവ്? ക്ലിയർ അല്ലേ? ഓക്കെ. യെസ് ഓർ നോ പറഞ്ഞ കാര്യം കോൺസെപ്റ്റിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഐ ക്യാൻ റിപ്പീറ്റ്, അതർവൈസ് വി ക്യാൻ മൂവ്. ക്ലിയർ ആണടാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. സമയം പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമ്മൾ പണ്ടേ കേട്ടുവരുന്ന സാധനമാണ്. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒരു സെന്റർ വേണം. സെന്റർ എന്ന് പറയുന്നത് മെസ്സേജ് കൺവേ ചെയ്യുന്ന ആള്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ തോട്ടിനെയൊക്കെ നമ്മൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലേക്കോ മറ്റോ മാറ്റണം. അതിനാണ് എൻകോഡിംഗ് എന്ന് പറയാം. ദർ വിൽ ബി എ മെസ്സേജ്, ദർ വിൽ ബി എ ചാനൽ. ആ സാധനം ഡീകോഡ് ചെയ്യപ്പെടുന്നു, റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ, ദ വൺ ഹു റിസീവ് ദ മെസ്സേജ്, അവിടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഇതിനൊക്കെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ നോയ്സസും വരുന്നുണ്ട്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കമ്പോണൻസ്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. സെന്റർ എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദ ടീച്ചർ ഈസ് ദ സെന്റർ. മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ആ കൺവേ ചെയ്യുന്ന ഇൻഫർമേഷൻ, ഐഡിയ, ഫീലിംഗ് എന്തോ ആവട്ടെ, അതിനാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയാം. എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു തോട്ട്സിനെ മേ ബി വേർഡ്സ് ആയിട്ടോ ജസ്റ്റേഴ്സ് ആയിട്ടോ സിമ്പിൾസ് ആയിട്ടോ ഏത് രീതിയിലാണോ നമ്മൾ കൺവേ ചെയ്യുന്നത് അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എൻകോഡിംഗ്. ദർ വിൽ ബി എ ചാനൽ. നമ്മളിപ്പോ ഒരു പ്രസംഗം നിർവഹിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ദ മീഡിയം. നമ്മളൊരു മെയിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതൊരു ഇമെയിൽ, ദാറ്റ്സ് എ ചാനൽ. നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ സൂം ആണ്, ദിസ് ഇസ് എ ചാനൽ. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ മെസ്സേജ് ട്രാവൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയാം. Then we have receivers, people or group who gets the message. Decoding, ആ മെസ്സേജിനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡീകോഡിംഗിൽ വരുന്നത്. There will be feedback, receivers response showing understanding. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വരുന്നത് that's feedback. And we also have noise. നോയ്സ് കമ്മ്യൂണിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. നമ്മൾ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ, അത് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ നോയ്സുകൾ പരമാവധി കുറയണം എന്ന് പറയാറുണ്ട്. നോയ്സസ് ഉണ്ടാവാറുണ്ട്. നമ്മളെ മെസ്സേജിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഡിസ്റ്റർബൻസസിനെയും നമ്മൾ കോമൺലി വിളിക്കുന്നതാണ് നോയ്സ്. ഒച്ചപ്പാട് എന്നുള്ള മീനിങ്ങിലല്ല, ഓൾ കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസസ്, അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയാം. ദർ ആർ ന്യൂമറസ് ടൈപ്സ് ഓഫ് നോയ്സസ്. ഒരുപാട് തരത്തിലുള്ള നോയ്സുകൾ ഉണ്ട്. ഫിസിക്കൽ നോയ്സ്, നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ, ലൗഡ് നോയ്സ്, ഇതൊക്കെ അല്ലെങ്കിൽ ലൗഡ് സൗണ്ട് ഒക്കെ ഫിസിക്കൽ നോയ്സിൽ വിടുന്നതാണ്. സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്ട്രെസ്ഡ് ആണ്, നമ്മളുടെ മെന്റൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരാൾ ഭയങ്കര ഒരു ഡിസ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ
അവര് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ദേ മേ നോട്ട് ബി ഏബിൾ ടു ഫോക്കസ് ഓൺ വാട്ട് ദ മെസ്സേജ് ഈസ് ബീങ് കൺവേഡ്. അതൊരു സൈക്കോളജിക്കൽ നോയ്സ് ആണ്. അവരുടെ ഇന്റേണൽ സ്റ്റേറ്റ്, ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ മേ ബി സെമാൻറ്റിക് നോയ്സസ്. ഞാനിപ്പോ ഭയങ്കര ടെക്നിക്കൽ ജാർഗൻസ് ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര കടിച്ചാ പൊട്ടാത്ത മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസാരിക്കുകയാണെങ്കിൽ യു മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഞാൻ ഭയങ്കര ഒരു ടെക്നിക്കൽ ജാർഗൻസ്, ഭയങ്കര വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല. അപ്പോ സെമാൻറ്റിക് നോയ്സും സംഭവിക്കാറുണ്ട്. നമ്മൾക്ക് ലാംഗ്വേജിൽ വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും ബാരിയേഴ്സിനാണ് നമ്മൾ സെമാൻറ്റിക് നോയ്സ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിസണി ഒക്കെ നമുക്ക് ഇതിന്റെ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് വി ആൾസോ ഹാവ് ഫിസിയോളജിക്കൽ നോയ്സ്. ഇപ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ ഒരു കാര്യം ചിലപ്പോൾ പത്തൊട്ടൊക്കെ പറയേണ്ടി വരും. ദേ മേ നോട്ട് ബി ഏബിൾ ടു ഹിയർ ഇറ്റ് വെരി കറക്റ്റ്ലി. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളുടെ ചെവി എന്ന് പറയുന്ന ഈ ഒരു ഓർഗൻ, അതിന്റെ ഉള്ളില് കോക്ലിയന്റെ ഉള്ളിൽ ഓഡിറ്ററി റിസപ്റ്റർ സെൽസ്, ഇങ്ങനെ നമ്മൾ ഇപ്പൊ എന്റെ ലാരിങ്സിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസിൽ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അത് എന്റെ പിന്നെ വഴി എന്റെ ഇയർ കനാലിലേക്ക് എത്തുന്നു, ടിംബാനിക് മെംബ്രെയിനിൽ അത് ഹിറ്റ് ചെയ്യുന്നു, ടിംബാനിക് മെംബ്രെയിനായിട്ട് കണക്ട് ആയിട്ടുള്ള ഓസിക്കിൾസ് എന്ന് പറയുന്ന ടൈനി ബോൺസിൽ അത് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ബോൺസ് ഓവൽ വിൻഡോയിൽ കണക്റ്റഡ് ആണ്, കോക്ലിയയിൽ കണക്റ്റഡ് ആണ്, കോക്ലിയന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫീൽഡ് ആണ്, അവിടെ വൈബ്രേഷൻ ക്രിയേറ്റ്. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇമ്പയർമെന്റ്, ഡിസ്ഫങ്ഷനിങ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നോട്ട് ഓൺലി ഇൻ ദ ഇയർ, എല്ലാ തരത്തിലും നമ്മൾക്ക് ഫിസിയോളജിക്കൽ നോയ്സ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഇമ്പയർമെന്റ് വരികയാണെങ്കിൽ, ലിമിറ്റേഷൻസ് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ആൾസോ അഫക്ട് ദ മെസ്സേജ്. നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജിനെ അത് ബാധിക്കും. കൾച്ചറൽ നോയ്സ് ഉണ്ടാകാറുണ്ട്. കൾച്ചറൽ നോയ്സ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള കസ്റ്റവും നോംസ് ഒക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിലുള്ള ഡിഫറൻസസും പലപ്പോഴും നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജിന് ബാരിയർ ആയിട്ട് വരാറുണ്ട്. ഇപ്പോ ഏറ്റവും വെരി സിംപ്ലി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇങ്ങനെ ഓക്കെ പറയാൻ നമ്മൾ തലയാട്ടും. ചില നാട്ടിൽ ആ തലയാട്ടല് നോ പറയാനുള്ള നോ എന്നൊരു മീനിങ് ആണ് കൺവേ ചെയ്യപ്പെടുക. ചില ആളുകൾ, ചില നാട്ടിൽ നല്ല കറക്റ്റ് ആയിട്ട് ഒരാൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ പാർട്ട് ഓഫ് കോൺഫിഡൻസ്, അത് ഒരു ട്രസ്റ്റിന്റെ ഭാഗമാണ്. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ചില നാടുകളിൽ, ചില കൾച്ചേഴ്സിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസ്റെസ്പെക്ട്, ഒരു മര്യാദ കുറവ് പോലെയാണ് അത് കൺസിഡർ ചെയ്യാറുള്ളത്. സോ ദർ ഈസ് കൾച്ചറൽ നോയ്സ് ഓൾസോ. ഇതാണ് നോയ്സ്, ഓൾ കൈൻഡ് ഓഫ് ബാരിയേഴ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. അതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ലോ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. Yes, 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 yes. Okay, now we are moving to types of communication. One of the most frequent area from which questions being asked. അപ്പോ ഇത് പല രീതിയിൽ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്റർപേഴ്സണൽ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഇൻട്രാപേഴ്സണൽ. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയാം. നമ്മൾ സാധാരണ സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യാറുണ്ട്, ചിലപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാറുണ്ടാവും. എന്തായിരിക്കും ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, ഞാനിപ്പോ ഇങ്ങനെ കാട്ടിയപ്പോ അങ്ങനെ ആയി, അങ്ങനെ കാട്ടിയപ്പോ ഇങ്ങനെ ആയി, ആ കൈൻഡ് ഓഫ് പരിപാടി ഉണ്ടല്ലോ. ഒരു സെൽഫ് റിഫ്ലക്ഷനും സെൽഫ് ടോക്കും ഒക്കെ വരുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ ആകാം, കൗൺസിലിംഗ് ആകാം, ഇന്റർവ്യൂ ആകാം, എന്തും ആകാം. അത് ഫോർമൽ ഇൻഫോർമൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ചെറിയ ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ടീം മീറ്റിംഗും ക്ലാസ് റൂമിൽ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ ആ ഒരു പരിധിയിൽ വിടുന്നതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ, വൺ ടു മെനി ത്രൂ മീഡിയ. ഒരു സോഴ്സിൽ നിന്ന് ഒരുപാട് ഹെട്രോജനസ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് പരക്കനെ കൊടുക്കുന്ന പരിപാടി, അതാണ് മാസ് മീഡിയ. ഇപ്പൊ നമ്മൾ ന്യൂസ് പോകുന്നതും സോഷ്യൽ മീഡിയയിൽ പോകുന്നതും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്ന കൈൻഡ് ഓഫ് മെസ്സേജ്, ഇമെയിലുകൾ, അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് നിങ്ങൾ ചോദിക്കും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അലോങ് വിത്ത് ഇറ്റ് ഇറ്റ്സ് എ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ആൾസോ. അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പൻസ്. ഓക്കെ, നൗ വി ഹാവ് ബേസ്ഡ് ഓൺ ദ മീഡിയം. നമ്മൾ ഏത് മീഡിയ ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയോ മറ്റൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ വി ഓൺലി ഹാവ് 10 minutes ലെഫ്റ്റ്. ഐ ഗോട്ട് ദ ഇൻഫോ. ഓക്കെ, അതിനാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ ഒരു സ്പീച്ച് നടത്തുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വി ഹാവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മളെ ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സും എക്സ്പ്രഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറില്ലേ, നമ്മളുടെ നോൺ വെർബൽ ക്യൂസ് നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാൾ പറയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ്
അൺസ്പോക്കൺ, എന്താണ് പറയാത്തത് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ത്രൂ നോൺ വെർബൽ ക്യൂസ്. ഒരാള് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസോ പോസ്റ്റേഴ്സോ ജസ്റ്റേഴ്സോ ആയിരിക്കൂല അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. സോ എവറിഥിങ് മാറ്റേഴ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മളെ ബോഡി ലാംഗ്വേജിലൂടെയും ജസ്റ്റേഴ്സിലൂടെയും എക്സ്പ്രഷൻസിലൂടെയും ഒക്കെ നമ്മൾ കൺവേ ചെയ്യുന്നതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇമേജസ് ഉപയോഗിച്ച് ചാർട്ട് ഉപയോഗിച്ച് ഗ്രാഫ്സ് ഉപയോഗിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോഗ്രാഫിക്സും ഡയഗ്രാംസും പ്രസന്റേഷൻസ് ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ICD ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോൾ ഒരു സൂം കോൾ, നമ്മൾ ഇതൊക്കെ ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദിസ് ഏരിയ. ഇതൊക്കെ ഓവർലാപ്പ് ചെയ്തൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് നോ പ്രോബ്ലം. ഒന്ന് മറ്റതിൽ പെടുന്നത് ഉദാഹരണങ്ങളൊക്കെ ചിലതൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എന്താണ് മാറ്റം എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. ഫോർമലും ഇൻഫോർമലും ഉണ്ട്, ഒരുപാട് പറയേണ്ട കാര്യമില്ല. നമ്മളൊരു ഒഫീഷ്യൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പരിപാടിയാണെങ്കിൽ അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമലിൽ വരുന്നതാണ് അൺഒഫീഷ്യൽ, സ്പോണ്ടേനിയസ് ആയിട്ട്. നമ്മളിപ്പോൾ ഒരാളെ കുറ്റം പറയുകയാണെങ്കിൽ ഗോസിപ്സ് ഒക്കെ നമ്മൾ ഇൻഫോർമലിൽ വിടുന്നതാണ്. ഗ്രേപ്പ് വൈൻ ടോക്ക്, മേ ബി ഈ ക്വസ്റ്റ്യൻ, ഈ ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും. അതായത് ഇങ്ങനെ തന്നെ ഒരാൾ പറഞ്ഞ അടുത്ത ആൾക്ക് എത്തുന്നു, അടുത്ത ആൾ പറഞ്ഞ അടുത്ത ആൾക്ക് എത്തുന്നു. അങ്ങനെ എന്താണ് മണിയറ രഹസ്യം, അങ്ങാടി പരസ്യം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മളുടെ ചെറിയൊരു സാധനം ഒരാളോട് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ പരന്ന് 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 ഓനോട് പറഞ്ഞു, ഓനോട് പറഞ്ഞു, ഓളോട് പറഞ്ഞു, ഓളോട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ എല്ലാവരും അടുത്തും എത്തുന്ന പരിപാടിയാണ് ഗ്രേപ്പ് വൈൻ ടോക്ക്. ഇതൊന്നും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ദാറ്റ്സ് ഇൻഫോർമൽ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. സിമ്പിൾ കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ആൻഡ് ഇനി നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫ്ലോ അനുസരിച്ച് ഇതെങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ച് നമ്മൾക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ, ഡയഗണൽ ഓർ ക്രോസ് വൈസ്. ഇതെങ്ങനെയാ? ഒരു സുപ്പീരിയർ നിന്ന് സബോർഡിനേറ്റിലേക്ക് പോവാണ്, ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് താഴത്തെ ആളിലേക്ക് പോവുകയാണെങ്കിൽ ടീച്ചറും കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കുറച്ച് പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ട് അതിൽ. ബട്ട് അവർ ഒരു രണ്ടാമത്തെ ഉദാഹരണം എടുത്താൽ മതി. മാനേജർ താഴത്തേക്കുള്ള ഒരാൾക്ക് ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫിനൊക്കെ മെസ്സേജ് പാസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം മേലിൽ നിന്ന് താഴത്തേക്കാണ്, ഒരു സുപ്പീരിയർ നിന്ന് സബോർഡിനേറ്റിലേക്കാണ് മെസ്സേജ് പാസ് ചെയ്യപ്പെടുന്നത്. അതേസമയം ഒരു എംപ്ലോയി ഒരു ഒരു റിപ്പോർട്ടിംഗ് പ്രോഗ്രസ്, ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പ്രോഗ്രസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മാനേജർക്ക്, അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. ഹൊറിസോണ്ടലും ലാറ്ററൽ എന്തായിരിക്കും? ഒരേ ലെവലിലുള്ള ആളുകൾക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൊളീഗ്സിന് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹൊറിസോണ്ടൽ ആണ്. അവിടെ ആർക്കും മേലെയോ താഴെയോ അല്ല. ദാറ്റ്സ് ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ, കൊളീഗ്സിന്റെ ഇടയിലൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ വി ഹാവ് ഡയഗണൽ, ക്രോസ് വൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് ലെവൽസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പോൾ ഒരു HR ടോക്കിംഗ് ടു ടെക്നീഷ്യൻ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു HR ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ക്രോസ് വൈസ്. ഇതാണ് ഡിറക്ഷന്റെ ബേസിലുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് നോവൽ വ്യൂസ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം നമ്മളെ ടൈം കുറച്ചുകൂടെ ലിമിറ്റഡ് ആണല്ലോ, 5 മിനിറ്റാണ് നമുക്ക് ബാക്കിയുള്ളത്. അതിനു മുമ്പ് നോൺ വെർബൽ ക്യൂസിന്റെ ഒരു പ്രത്യേകത, അത് മെഹ്റാബിയൻ റൂൾ, ഡോക്ടർ ആൽബർട്ട് മെഹ്റാബിയൻ ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് മെഹ്റാബിയൻ റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 738-50-55 റൂൾ എന്നും ഇതിന് പേര് പറയാറുണ്ട്. ഇതിൽ പറയുന്നത് പ്രകാരം കുറച്ചൊരു സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ദിസ് ഷോസ് വൈ യുവർ പോസ്റ്റർ ഓർ ടോൺ മേ സ്പീക്ക് ലൗഡർ ദാൻ യുവർ ആക്ച്വൽ വേർഡ്സ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് നമ്മളുടെ ടോൺ ഓഫ് വോയിസ്, നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, നമ്മളുടെ വോയിസ് മോഡുലേഷൻ, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഓൾ ദീസ് തിങ്സ് കമ്മ്യൂണിക്കേറ്റ്. കുറച്ചൊരു സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. ഇത് കുറച്ചുകൂടെ സ്പെസിഫിക്കലി നമ്മളെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടെ അപ്ലിക്കബിൾ ആവുക. റിലേറ്റീവ് ഇമ്പാക്ട് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ് ഇൻ കൺവേയിങ് ഫീലിംഗ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ്. നമ്മളെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളെ സൗണ്ട് ഇടറിയിട്ടുണ്ടാകും, നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും, നമ്മളെ മുഖം വാടിയിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയാതിരിക്കുന്ന സാധനങ്ങളെക്കാൾ അപ്പുറത്ത്, നമ്മൾ പറഞ്ഞ സാധനങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് കൺവേ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, അപ്പുറത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഹ്റാബിയൻ റൂളിൽ അദ്ദേഹം പറയുന്നത്. 738-50-55 ആ ഒരു സംഗതി മനസ്സിലാക്കി വെക്കുക. ബോഡി ലാംഗ്വേജിന് 55 ഉണ്ട്, ടോൺ ഓഫ് വോയിസിന് 38,
വേർഡ്സിന് 7. ഇതിന് ക്രിറ്റിസിസം ഒക്കെ ഉണ്ട്, അങ്ങനെ ക്രിറ്റിസിസം ഇല്ലാത്തതൊന്നുമല്ല. കുറച്ചുകൂടെ ഫീലിങ്സിന്റെ കേസിലാണ് എന്നുള്ളതുകൊണ്ട് ഓക്കെയാണ്. അതർവൈസ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് കൺവേ ചെയ്യപ്പെടുന്നത് ഇറ്റ്സ് മെയിൻലി ത്രൂ മൈ വേർഡ്സ്, ഉറപ്പായിട്ടും അതിൽ ഈ പറഞ്ഞ റൂളൊന്നും അപ്ലിക്കബിൾ അല്ല. അതേസമയം ഫീലിങ്സിന്റെ കേസിലാണെങ്കിൽ കുറേയൊക്കെ ഇത് ശരിയാവാനും മതി. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിനെടുക്കുക. എന്തായാലും നോൺ വെർബൽ ക്യൂസിന് പ്രാധാന്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഒരു എക്സ്ട്രീമിറ്റിയിൽ വരുന്ന തിയറിയാണ് നമ്മളിപ്പോ കണ്ട മെഹ്റാബിയൻ റൂൾ, ആൽബർട്ട് മെഹ്റാബിയന്റെ ഈ ഒരു തിയറി. ഇനി നമുക്ക് കുറച്ച് നോൺ വെർബൽ ക്യൂസ് പരിചയപ്പെടാം. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ക്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് ബോഡി ലാംഗ്വേജ്, അതിന് പറയുന്ന പേരാണ് കൈനസിക്സ്. കൈനസിക്സിൽ വരുന്നത് എന്താ വെച്ചാല് നമ്മളെ ബോഡി മൂവ്മെന്റ്സ്, ജസ്റ്റേഴ്സ്, പോസ്റ്റർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരു സാധനം നമ്മൾ ഓക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ തലയാട്ടുക എന്നുള്ളത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിമിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ഒന്ന് ഇതാക്കുക എന്നുള്ളത് ഒരു 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 കൈൻഡ് ഓഫ് നമ്മളൊരു ബിഹേവിയർ ആണ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ആംഡ് ആയിട്ട് നിൽക്കുകയാണ്, ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡിഫെൻസീവ്നെസ് ആണ്. പറയുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളതൊക്കെ കാണിക്കാൻ ചിലപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്രോസ് ആംസ് ഒക്കെ ആയിട്ട് ഇരിക്കാറുണ്ട്. സോ കൈനസിക്സ് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വി ആർ അണ്ടർസ്റ്റാൻഡിങ് മെനി തിങ്സ് ത്രൂ ദയർ ബോഡി ലാംഗ്വേജ്. അവർ ഡിസ്റ്റർബ്ഡ് ആണോ, ഏതളവിൽ ഡിസ്റ്റർബ്ഡ് ആണ്, വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മിക്കപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് എന്നായിരിക്കും. ദെൻ പാരാലിംഗ്വിസ്റ്റിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ വോയിസ് ഡ്യൂറിംഗ് സ്പീച്ച്, സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ടിൽ വരുന്ന വേരിയേഷൻസിനെയാണ് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൾസോ എ നോൺ വെർബൽ ക്യൂ. നമ്മളെ ടോണ്, പിച്ച്, വോള്യം, നമ്മൾ എത്രത്തോളം പൗസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ പറയാൻ ഹെസിറ്റേഷൻ കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ പാരാലിംഗ്വിസ്റ്റിക്സിൽ വരും. ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് ടച്ച് ആണ്. നമ്മൾ ടച്ചിലൂടെയും നമ്മൾ പല കാര്യങ്ങളും നമ്മള് ടച്ചിലൂടെ ടാക്ടൈൽ സെൻസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിലൂടെയും നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഹാൻഡ് ഷേക്ക്, ഹഗ് ചെയ്യുന്നത്, നമ്മൾ ഒരാളെ പുറത്തുനിന്ന് ഇങ്ങനെ തട്ടുന്നത്, പാറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഹാപ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സാധാരണ ചിലപ്പോൾ വാപ്പാരൊക്കെ ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ ഒന്നും മുതൽ ഇങ്ങനെ തട്ടുന്നുണ്ടാവുക. ആ ഒരു പാറ്റ് അത് തന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരുപാട് അപ്രീസിയേഷൻസും ഒരുപാട് സന്തോഷം ഉണ്ട് എന്നുള്ള ഒരു സാധനമൊക്കെയാണ് നമ്മളോട് മക്കളോട് കൺവേ ചെയ്യുന്നത്. പലപ്പോഴും ആ ഹാപ്റ്റിക്സിലൂടെയാണ് നമ്മൾ പല ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസും കൺവേ ചെയ്യാറുള്ളത്. നമ്മൾ ഒരാളെ കുറെ കാലത്തിന് ശേഷം കാണുകയാണെങ്കിൽ കുറെ ആയാലും കണ്ടിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവരെ ഹഗ് ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. സോ ഹാപ്റ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോക്സമിക്സ്, നമ്മൾ എത്രത്തോളം സ്പേസ് എത്രത്തോളം ഒരു നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, എത്രത്തോളം സ്പേസ് നമ്മൾക്കും നമ്മൾ സംസാരിക്കുന്ന ആൾക്കും ഇടയിലുണ്ട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ ഒരാളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പറഞ്ഞ ചിലപ്പോൾ ബോഡി അങ്ങോട്ടും ടച്ച് ചെയ്യുന്നുണ്ടാകും, നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇഫ് യു ആർ ഹാവിംഗ് എ ഫോർമൽ മീറ്റിംഗ്, നമ്മളൊരാളെ പുതിയതായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ അവിടുത്തെ സീറ്റ് അറേഞ്ച്മെന്റ്, നമ്മളും അവരും ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതൊക്കെ വളരെ പ്രധാനമാണ്. പ്രോക്സിമിക്സ് മാറ്റേഴ്സ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, നമ്മൾ എത്രത്തോളം ഫോർമൽ മീറ്റിംഗിലാണ് എന്നതിനൊക്കെ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ക്രോണമിക്സ്, ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു ടൈം. സമയം കഴിയാനായി മക്കളെ, 1 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. ഇത് രണ്ടും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ക്രോണമിക്സ് ചിലപ്പോൾ എപ്പോ വേണമെങ്കിലും മീറ്റിംഗ് അവസാനിക്കാം. 1 മിനിറ്റ്, ലെസ് ദാൻ 1 മിനിറ്റ് എന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ക്രോണമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് പെർസെപ്ഷൻ ഓഫ് ടൈം, യൂസ് ഓഫ് ടൈം, എത്രത്തോളം നമ്മൾ സമയത്തെ പരിഗണിക്കുന്നുണ്ട്, നമ്മളുടെ റെസ്പോൺസ് ഒക്കെ എത്ര ഡിലേഡ് ആണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ, നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ അത് നമ്മളെ റെസ്പെക്ടിനെ കാണിക്കും, നമ്മൾ വൈകി എത്തുകയാണെങ്കിൽ അത് നമ്മളുടെ ഡിസ്ഇൻട്രസ്റ്റിനെ കാണിക്കും. ഇതൊക്കെയാണ് ക്രോണമിക്സ് എന്ന് പറയുന്ന ഒരു നോൺ വെർബൽ ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒക്യുലസിക്സ്, ഐ ബിഹേവിയർ, നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഐ കോണ്ടാക്ട്, ഗെയ്സ്, നമ്മൾ എത്രത്തോളം ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ കോൺഫിഡൻസ് ആണെങ്കിൽ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കും. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതിനൊരു പ്ലസ് പോയിന്റ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മൾ അതിന്റെ ജഡ്ജ്മെന്റ് സമയത്തൊക്കെ.